ഒരു അർജൻറ്റ് കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞോളൂ. വാട്ട് കൻ ഐ ഡു ഫോർ യു? എനിക്ക് ബ്രേക്കപ്പ് വേണം. സോറി, എനിക്ക് ബ്രേക്കപ്പ് വേണം. പേരല്ലാണ്ട് ഇത് എന്നെ കൊണ്ട് പറ്റില്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് മീ ഓർ യു അഖിൽ, ഇറ്റ്സ് അബൌട്ട് അസ്. ഇത് നമ്മുടെ ലൈഫിന്റെ കാര്യമാണ്. അതെന്താ നീ മനസ്സിലാക്കാത്തെ? എന്റെ പൊന്ന് സാറാ, നീ എന്നെ കുറിച്ച് ആലോചിക്ക്. ഹൗ ഐ ഫീൽ. അപ്പൊ എനിക്ക് വേണ്ടി അതുപോലും ചെയ്യാൻ നിനക്ക് പറ്റില്ല അല്ലേ? ഞാൻ ചങ്ക് പറിച്ചു തരും, പക്ഷെ ഇത് എന്നെ കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ എങ്ങനെയാ കാര്യത്തോട് എടുക്കുമ്പോൾ താനേ നിറങ്ങി. ഇനി ആണിങ്ങനെ മെക്കിട്ട്. അതെ, ചോദിക്കണോണ്ടൊന്നും തോന്നരുത്. ആക്ച്വലി എന്താ നിങ്ങളുടെ പ്രശ്നം? സർ, ഇത് അഖിൽ സുബ്രഹ്മണ്യം, ഞാൻ സാരാവാസി. എൻ്റെ ബ്രദർ സാഹിദ് പറഞ്ഞിട്ടാ ഞങ്ങൾ സാറിനെ കാണാൻ വന്നത്. ഞങ്ങൾക്ക് സാറിൻ്റെ ഒരു ഹെൽപ്പ് വേണം. ഓക്കെ, എന്താ നിങ്ങൾക്ക് ഡൈവോഴ്സ് വേണം? അതിന് ഞങ്ങൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ആൾ മാറിയതായിരിക്കും. ഞാൻ ഡൈവോഴ്സ് കേസ് മാത്രമേ ഡീൽ ചെയ്യാറുള്ളൂ. അതിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. അല്ല, ഒരു ഡിവോഴ്സ് സ്പെഷ്യലിസ്റ്റ് അഡ്വക്കേറ്റിന് നല്ല രീതിയിൽ കൗൺസിലിംഗ് കൂടി ചെയ്യാൻ അറിയാവുന്ന ഒരാളായിരിക്കുമല്ലോ. അതും ശരിയാണ്. മാത്രല്ല, സാറിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. ആഹാ, അടിപൊളി. ഞാൻ അത്ര ഫേമസ് ഈ നാട്ടുകാർ എങ്ങനെ എന്താ? കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ആരെ ഞാൻ കൗൺസിൽ ചെയ്യേണ്ടത്? ഇവനെ ഒരു നല്ല തീരുമാനം എടുക്കാൻ സാർ ഇവനെ ഒന്ന് സഹായിക്കണം. അതിലെന്താ? തീർച്ചയായിട്ടും. എന്ത് തീരുമാനം എടുക്കാനാണ്? അത് ഞാൻ പറയാം. നിക്ക്, ഇത് എന്റെ ലൈഫിന്റെ കാര്യമാണ്. ഞാൻ പറഞ്ഞു കേട്ടാ. കണ്ടോ സർ, ഇപ്പോഴും ഇവൻ ഇവന്റെ ലൈഫ്, ഇവന്റെ പ്രിഫറൻസസ്. ഞാൻ ഇവന്റെ ആരുമല്ല. അതെ, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാമോ പ്ലീസ്? പിന്നെ അല്ലാണ്ട് ഇത് എത്ര നേരം? കഴിഞ്ഞ 6 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിൽ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചത്. പിന്നെ ഒരു ബ്രാഹ്മിൺ മുസ്ലിം മാരേജിനുണ്ടാകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് സാറിന് ഊഹിക്കാമല്ലോ. സ്വാഭാവികം. എന്നിട്ട് ഞങ്ങൾ നല്ല പോലെ ഫൈറ്റ് ചെയ്ത് പാരന്റ്സിനെ കൊണ്ട് സമ്മതിപ്പിച്ചു. അടിപൊളി. പിന്നെ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെയാണ് സർ ചെറിയൊരു ട്വിസ്റ്റ്. എന്താ? ഞങ്ങളുടെ കല്യാണത്തിനോട് ഒപ്പം ചെറിയൊരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. എന്താ അത്? അതെ, കല്യാണത്തിന് മുമ്പ് എന്റെ സുന്നത്തിയാണെന്ന്. ഓ, എന്തൊരു സന്തോഷം. ഇവിടെ ബാക്കിയുള്ള വിഷമവും നിങ്ങൾക്ക് എന്റെ കാര്യമില്ലല്ലോ. അല്ല, എനിക്കതെന്റെ അവസ്ഥയൊക്കെ മനസ്സിലാവും. പക്ഷെ എന്തായാലും എന്താ ഇങ്ങനെ ഒരു ഡിമാൻഡ്? മതം മാറില്ലാന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാ. പിന്നെ അങ്ങനെ ഒരു ഡിമാൻഡ് വന്നപ്പോ ഞങ്ങൾ രണ്ടുപേരും അത് എതിർത്തു. പിന്നെ എന്റെ ഉപ്പാക്ക് വെറുതെ ഒരു വാശി അഖിലിനെ കൊണ്ട് സുന്നത്ത് ചെയ്യിപ്പിക്കണം. പക്ഷെ എനിക്ക് അതിലൊരു തെറ്റും തോന്നിയില്ല സർ. നിനക്ക് എങ്ങനെ തെറ്റൊന്നും കാര്യം മുറിച്ചാലാണ് എന്റെ അല്ലേ? എടാ, ഒരു ഉറുമ്പടിക്കുന്ന വേദന ഉണ്ടാവുള്ളൂ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് സാർ. ഒരു കാര്യമല്ലോ, എന്റെ അമ്മയച്ഛനും മണ്ണാർശാല അമ്പലത്തിൽ ഉരുളി കമയത്ത് ഉണ്ടായ മോനാ ഞാൻ. എന്നോട് അയാള് ഇനിയിപ്പോ ഈ കല്യാണം മുടങ്ങിയാലും സാരില്ല, എന്നെ തരിട്ടൂല. ഓ, അപ്പൊ അതാണ് മോന്റെ ഉദ്ദേശം. ഈ കല്യാണം അങ്ങനെ ഇവിടെ വെച്ച് മുടങ്ങിപ്പോയാ നിന്റെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ. നീ ഒരുമാതിരി പെണ്ണുങ്ങളുടെ സ്വഭാവം കാണിക്കല്ലേ. What do you mean, you bloody sexist? സെക്സിസ്റ്റിന്റെ കൊച്ചാപ്പ മായി കുടിച്ചു. എന്റെ കൊച്ചാപ്പനെ പറഞ്ഞല്ലോ. ഞാൻ പറയൂടി, ഞാൻ ഇനിയും പറയും. എന്റെ കൊച്ചാപ്പ ആരാണ്? ഒന്ന് നിർത്തുവോ? അതെ, നിങ്ങളിങ്ങനെ സ്കൂളിൽ പോലെ ഇവിടെ കിടന്ന് തല്ലുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവളിങ്ങനെയാണ് സാർ, ഇതുമാതിരി കൊച്ചു പിള്ളേരെ പോലെ. ഓ, അപ്പൊ പറയണാള്. എന്റെ ഡോഗ് ഇവ എന്താ ചെയ്തെന്ന് സാറിന് അറിയോ? എന്തേത്? ഒരു മിനിറ്റ് സർ, കണ്ടോ? എന്തുവാണ് അത്? ഇവളുടെ ഫ്ലാറ്റിൽ വെറുതെ ബോറടിച്ചിരുന്നപ്പോൾ ഒരു തമാശക്ക്. പക്ഷെ നല്ല ഭംഗിയില്ലേ സാർ? അസലുണ്ട്. മേനകാ ഗാന്ധി ഒന്നും കാണണ്ട. ഓ, ഇനിയിപ്പോൾ ഇതവൾ അങ്ങോട്ടുണ്ടെങ്കിൽ കാണിച്ചാലുള്ളൂ. അതെ, നമുക്ക് അതൊക്കെ വിടും. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. സാറയ്ക്ക് അഖിലിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്? പട്ടരിൽ പൊട്ടനില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ പൊട്ടൻ എനിക്കിഷ്ടം, മറ്റെന്തിനേക്കാളും. അപ്പോൾ പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഷിറ്റ് ഹാപ്പൻസ് ഇൻ എവരിബഡീസ് ലൈഫ്. ബട്ട് ഇൻ മൈ ലൈഫ് ഷിറ്റ് ഈസ് ഹാപ്പനിങ് ഓൺ എ ഡെയിലി ബേസിസ്. ബ്രദർ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല സുഖമായിട്ട് ജീവിക്കാം. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് കിഡ്നിക്ക് ഫെയിലിയർ സംഭവിച്ചു. എത്രയും പെട്ടെന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അയാൾ മരിക്കും. നിങ്ങൾ രണ്ടുപേരുടെയും ബ്ലഡും മാച്ചിങ്ങാ. അപ്പം നിങ്ങൾ കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാവോ? ഇതിപ്പോൾ അത്ര വലിയ കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ഒന്നിക്കാൻ വേണ്ടിയിട്ടല്ലേ? കുറച്ച് ത്യാഗമൊക്കെ സഹിക്കണമെന്ന്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ 6 വർഷമൊക്കെ പ്രണയിച്ചെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളൂ? ബട്ട് സാർ, അതിന് ഇവൻ ഇതിന് സമ്മതിക്കണ്ടേ? ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കണം. ഇത് നടക്കണമെങ്കിൽ സാറാ, ഒരത്ഭുതം സംഭവിക്കാൻ ഒരു നിമിഷം മതി. പക്ഷെ ആ നിമിഷത്തിലേക്കുള്ള യാത്ര ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കണം.
അല്ല മനസ്സിലായില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായില്ല. വീട്ടിൽ പോയിട്ടിരുന്ന് ആലോചിച്ചാൽ മതി, പയ്യെ ആലോചിച്ചാൽ മതി, മനസ്സിലാവും. വലിയൊരു ഫിലോസഫിയാണ്, മനസ്സിലായിക്കോളും. പിന്നെ എന്തായാലും ചേട്ടാ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ഇനി എന്നാ? എന്തെങ്കിലും കുടിച്ചിട്ടാവും. ആ സാർ ഇതാരാ? ഓ, ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇതെൻ്റെ വൈഫാണ് ലക്ഷ്മി. ലക്ഷ്മി. അപ്പോൾ സാറിൻ്റെ ലവ് മാരേജ് ആണല്ലേ? ചെറുതായിട്ട്. പക്ഷേ സാറ് ഭാഗ്യവാനാ. സ്നേഹിച്ച പെണ്ണെ കെട്ടാൻ എനിക്ക് സഹിക്കേണ്ടി വന്ന ത്യാഗമൊന്നും സാറിന് സഹിക്കേണ്ടി ഒന്നും കാണൂല്ലോ. ലക്ഷ്മിയുടെ ജാതകപ്രകാരം അവളുടെ ജീവിതത്തിൽ പുരുഷൻ വാഴണമെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ആ പ്രധാന വഴിപാട് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കും. ശാസ്ത്രം കള്ളം പറയാറില്ല. അമ്മേ മഹാമായേ. അല്ല, ഈ ശൂലം കുത്തനൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ അമ്മച്ചി? സാർ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി എന്നാ. അപ്പോൾ ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. ശരി. അപ്പോൾ കല്യാണത്തിന് വിളിക്കാൻ മറക്കല്ലേ? ആ ശരി സർ. പാവം പയ്യൻ എന്തോ വലുത് വരായിരുന്നു. അയ്യോ ദേ ഉപ്പ വിളിക്കുന്നു, ഞാൻ എന്താ പറയാ? നിന്റെ ഉപ്പയോട് കത്തിയുടെ മൂർച്ച കൂട്ടിക്കൊള്ളാൻ പറ.